കലോത്സവം ആയുസ്സു നീട്ടി നൽകിയ കലാരൂപമാണ് ചാക്യാർകൂത്ത്. അവതരണ ശൈലിയും കാഴ്ചക്കാരനുമായുള്ള ഇടപെടലുമൊക്കെ കൊണ്ട് കണ്ടിരിക്കാൻ ഇന്നും ആളുകളുണ്ടെങ്കിലും ചാക്യാർകൂത്ത് കാണാനുള്ള വേദി കലോത്സവത്തിലേക്ക് മാത്രം ഒതുങ്ങി. അണിഞ്ഞൊരുങ്ങലൊക്കെ ലളിതമാണ്. ചിരിപ്പിച്ച് കഥ പറയാൻ പോകുമ്പോൾ കാണുന്ന മാത്രം തന്നെ കാണികളിൽ ചിരിവിരിയണമല്ലോ. മുഖത്തെ ചായങ്ങളും ആവശ്യത്തിനൊരുക്കി. ഒരുങ്ങിക്കഴിഞ്ഞാൽ ഇനിയെന്താ? വേദിയിലെത്തണം, കഥ പറയണം, കാണികളെ ചിരിപ്പിക്കണം. രണ്ട് രാക്ഷസരെ ഇവര് വാനര സമീപത്തെ പ്രാപിച്ചു. ഈ ശൂകാനെന്നും സാരണനെന്നും നാമത്തിലുള്ള രണ്ട് രാക്ഷസരാണ് അവര്. ചാക്യാർകൂത്ത് കലോത്സവ വേദികളിലെ എക്കാലത്തെയും ഫേവറേറ്റ് ഇനം തന്നെയാണ്. അവതരണത്തിലെ ഹാസ്യാത്മകതയും ശൈലിയും തന്നെയാണ് കൂത്ത് തേടി ആളെത്താൻ കാരണം. ചാക്യാർക്ക് ആരെയും എന്തും പറയാം, പക്ഷേ കാലവും കാണിയെയും ഒക്കെ നോക്കി വേണമെന്ന് മാത്രം. സദസ്സിലിരിക്കുന്ന ആളെ മുഖത്തു നോക്കി കുരങ്ങനെന്നും രാമനെന്നും രാവണനെന്നും വിളിക്കാം. കേട്ടയാളൊന്ന് ചൂളിപ്പോയാലും മറ്റുള്ളവർക്ക് ചിരിക്കാൻ അത് ധാരാളമാണ്. ഏത് തരക്കാരൻ, കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്, അവർക്ക് കുറച്ച് ഭക്തിയും അങ്ങനത്തെ കുറച്ച് നേരം പോക്കാം. കുട്ടികൾ വിദ്യാലയങ്ങളിൽ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അവരുടെ പ്രായത്തിന് ചേർന്ന കഥകൾ വേണം പറയാൻ. അപ്പോൾ ഇത് മൂന്നും നോക്കി പറയുകയാണെന്ന് വെച്ചാൽ ഏത് കാലത്തും കൂത്തിന് പ്രസക്തിയുണ്ട്, പറയാനും പറ്റും. എന്തായാലും വേദിയിൽ കൂത്തെത്തിക്കാനും സദസ്സിൽ കാണാനും ഇപ്പോഴും ആളുണ്ടെന്നത് തന്നെയാണ് കലോത്സവം ഈ കലയോട് ചെയ്ത ഉപകാരം. ഇതെന്ത് കൂത്തെന്ന് ചോദിച്ചും കാണും, കേട്ടും കാണും. ഇതാണ് ചാക്യാർകൂത്ത്. ഒരേ സമയം പാഞ്ചാലിയെ വിവാഹം കഴിച്ചു തരട്ടെ എന്ന് ചോദിക്കുകയും തൊട്ടു പിന്നാലെ മുഖത്ത് നോക്കി വാനര എന്ന് വിളിക്കുകയും ചെയ്യും. ചാക്യാർകൂത്ത് അങ്ങനെയാണ്. ആരോടും എപ്പോഴും എങ്ങനെയും എന്തും പറയാം. ചാക്യാർകൂത്ത് എന്ന കലാരൂപത്തെ സജീവമായി നിലനിർത്തുന്നതിൽ സ്കൂൾ കലോത്സവം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ചാക്യാർകൂത്ത് വേദിയിൽ നിന്നും അയ്യപ്പദേവിനൊപ്പം നിഖിൽ മലപ്പട്ടം, കൈരളി ന്യൂസ്.